ഈ കെജ്രിവാളിൻ്റെ കേസിൽ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇടക്കാല ജാമ്യം കൊടുക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന്. പക്ഷേ ജാമ്യ ഹർജി കെജ്രിവാൾ കൊടുത്തിട്ടില്ല, അറസ്റ്റ് റദ്ദാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാതെ തന്നെ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുമോ? ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാതെ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ അറസ്റ്റ് ഇല്ലീഗലാണ് എന്ന് പറഞ്ഞിട്ടാണ് കേജ്രിവാൾ കോടതി പോയിരിക്കുന്നത്, അല്ലാതെ ജാമ്യം വേണമെന്നല്ല. ഇപ്പോൾ ജാമ്യം വേണമെന്ന് അയാൾ ആവശ്യപ്പെടാതെ കോടതിക്ക് ജാമ്യം കൊടുക്കാനും പറ്റില്ല. അറസ്റ്റിൻ്റെ കാര്യം തീരുമാനിക്കും. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചിട്ട് ചോദിച്ചത്. അല്ല, അത് അവർ പരിഗണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അപ്ലൈ ചെയ്താൽ അവർ പരിഗണിക്കും. അത് പരിഗണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിൽ കൊടുക്കുമെന്ന് അർത്ഥമില്ല. വി വിൽ കൺസിഡർ ഗിവിങ്. അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ. പക്ഷേ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടോ? കൊടുക്കേണ്ടി വരും അല്ലേ? ഇല്ല, അത് അയാളുടെ ഡിസ്ക്രിപ്ഷനല്ലേ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. അയാൾക്ക് ജാമ്യം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ജയിലിൽ കിടക്കുന്നത്. അതെ, പലതവണ കോടതി അയാളോട് ചോദിച്ചു. തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ഡേ ചോദിച്ചു, നിങ്ങൾക്ക് ജാമ്യമാണോ ആവശ്യം? അല്ല എന്ന് പറഞ്ഞു. അയാൾക്ക് വേണ്ടി വാദിക്കുന്നത് അഭിഷേക് മനു സിംഗ്വിയാണില്ല. ഒരു ഡേഞ്ചറസ് റൂട്ടാണ് അഭിഷേക് മനു സിംഗ്വി എടുത്തിരിക്കുന്നത്. പക്ഷേ അത് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ അതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആയിരിക്കും. അയാൾ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. എൻ്റെ അറസ്റ്റ് ഇല്ലീഗലാണെന്ന് പ്രഖ്യാപിച്ചിട്ട് എൻ്റെ പേരിൽ യാതൊരു കേസുമില്ല കുന്തുമില്ല എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിടണം. ഇതാണ് അയാളുടെ ആവശ്യം. അറസ്റ്റ് ഇല്ലീഗലാണെങ്കിൽ പിന്നെ ജാമ്യത്തിൻ്റെ പ്രശ്നമില്ല, അയാളെ ചുമ്മാ തുറന്നു വിടുമെന്ന് പറഞ്ഞാൽ മതി. ദർ ഈസ് നത്തിങ് അഗൻസ്റ്റ് ഹിം. ഇപ്പോൾ കോടതി പറയുന്നത് ആപ്പിൻ്റെ നേതാവ് എന്നുള്ള കപ്പാസിറ്റിയിലാണ് നിങ്ങളെ ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ആപ്പ് എന്ന ഇപ്പോൾ കമ്പനിയായിട്ടാണ് അതിനെ കൂട്ടുന്നത് പൊളിറ്റിക്കൽ പാർട്ടി. ആ കമ്പനിക്കെതിരെ നിങ്ങൾ നടപടിയൊട്ട് നിങ്ങളുടെ നീങ്ങിയിട്ടുമില്ല. കമ്പനിക്കെതിരെ നടപടി നീങ്ങാതെ കമ്പനിക്കുള്ളിലുള്ള ഒരാളിൻ്റെ പേരിൽ നിങ്ങൾക്ക് കേസ് എങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും? ഈ ഒരു വാദമാണ് വളരെ ടെക്നിക്കലായ സാധനമാണ്. PMLA സെക്ഷൻ 5(1), PMLA സെക്ഷൻ 17 ഇതൊക്കെ തമ്മിലുള്ള ഇൻ്റർപ്ലേ ഇതാണിപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വാദം നിലനിൽക്കുമ്പോൾ തന്നെ ഈ വാദം കോടതി പറഞ്ഞു ഇതേതായാലും മെയ് 23 കഴിഞ്ഞു പോകും. മെയ് 23-നാണ് ഡൽഹി തെരഞ്ഞെടുപ്പ്. ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ കേജ്രിവാൾ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്തതെന്ന് അയാൾ വാദിക്കുന്നു. അപ്പോൾ ഈ വാദം 23 കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കേജ്രിവാളിൻ്റെ വാദത്തിന് പ്രസക്തിയില്ലാതെ പോകും, പിന്നെ ഇൻഫ്രക്ച്വസ് ആകും. അതുകൊണ്ട് അയാൾ ബെയിൽ ആപ്ലിക്കേഷൻ തന്നാൽ ഞങ്ങൾ പരിഗണിക്കും. പരിഗണിക്കും എന്ന് പറഞ്ഞാൽ പരിഗണിച്ചിട്ട് തള്ളാം. പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ വി വിൽ കൺസിഡർ എന്നേ അർത്ഥമുള്ളൂ, വി വിൽ ഗിവ് എന്നർത്ഥമില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വാദിക്കുന്നത് ഞങ്ങളുടെ അറസ്റ്റ് ലീഗലാണ്. ഇനി വേഴ്സ്റ്റ് കേസ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം സുപ്രീം കോടതി തള്ളിയെന്ന് വയ്ക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത നടപടി CBI കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്യും. CBIയുടെ ആണ് പ്രെഡിക്കേറ്റ് ഒഫൻസ്. ED പ്രൊസീഡ് ചെയ്തിരിക്കുന്നത് CBIയുടെ FIRൻ്റെ ബലത്തിലാണ് ED പോയിരിക്കുന്നത്. CBI ഇയാളെ ഒട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, ED ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ED അറസ്റ്റിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടും എന്നുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ CBI ഇയാളെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ആ അറസ്റ്റിൽ നിന്ന് ജാമ്യം വാങ്ങേണ്ടി വരും. ഇപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും തിരഞ്ഞെടുപ്പിന് മുമ്പ് കേജ്രിവാൾ പുറത്തിറങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ വാദം കോടതിയിൽ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോടതി സംസാരിക്കും. ആദ്യം ഇയാൾ അഭിഷേക് മനു സിംഗ്വി തോറ്റു എന്ന് തന്നെ തോന്നി കോടതിയുടെ മുമ്പിൽ ഫസ്റ്റ് ഡേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ജാമ്യത്തിന് അപേക്ഷിച്ചില്ല? നിങ്ങൾ പറയുന്നു സെക്ഷൻ 50 അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് കേജ്രിവാളിൻ്റെ എടുത്തില്ല എന്ന് നിങ്ങൾ പറയുന്നു. അതേസമയം കേജ്രിവാൾ 9 തവണ സമൻസ് അയച്ചിട്ട് പോയിട്ടുമില്ല. അയാൾ പോയാലല്ലേ സെക്ഷൻ 50 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇതെന്ത് വാദമാണ് എന്നൊക്കെ ചോദിച്ച് തട്ടിക്കയറിയതാണ് കോടതി. പക്ഷേ നമ്മുടെ പത്രം അത് തട്ടിക്കയറി കഴിയുമ്പോൾ പിന്നെ ഈ ED അഥവാ കേന്ദ്ര സർക്കാരിൻ്റെ വക്കീൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എന്നിവർക്ക് തട്ടിക്കയറും. തട്ടിക്കയറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരെയും ഇതുപോലെ ഗ്രില്ല് ചെയ്യും. ഗ്രില്ല് ചെയ്തിട്ട് അവർക്ക് പറയാനുള്ളതും ഇവർക്ക് ചോദിക്കാനുള്ളതും ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടും കൂടെ ചേർത്താണ് വിധി വരുന്നത്. അപ്പോൾ ഈ വാദത്തിനിടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളോ കമൻറ്റോ വെച്ചിട്ട് കേജ്രിവാൾ രക്ഷപ്പെട്ടു എന്നൊന്നും അല്ല. എനിക്കിന്നിപ്പോൾ പത്രം വായിച്ചപ്പോൾ തോന്നിയത് ഈ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇതിനിടയ്ക്ക് കേസ് ഇങ്ങനെയാണെങ്കിലും അറസ്റ്റിനെ ചോദ്യം ചെയ്തിട്ടാണ് ഹർജി. എന്നാലും ഞങ്ങൾ ഇടക്കാല ജാമ്യം ഇൻ്ററിം ബെയിൽ തരുന്ന കാര്യം പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു.
അതെന്തോ ഫേവറായിട്ട് എന്തോ ചെയ്തു എന്ന തരത്തിലാണ്. അല്ല, അങ്ങനെ തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഫേവറാണെന്ന് വിചാരിക്കരുത്. ഇത് ഡേ 1 കോടതി പറയുന്നുണ്ട്, ഏയ് മിസ്റ്റർ, ബെയിൽ ആപ്ലിക്കേഷൻ എവിടെ നിങ്ങളുടെ? അഭിഷേക് മനു സിംഗ്വി പറയുന്നു, ഞാൻ ബെയിലിന് വന്നതല്ല ഇവിടെ, ഐ ഹാവ് നോട്ട് അപ്ലൈഡ് ഫോർ ബെയിൽ. എൻ്റെ കണ്ടൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്തത് തന്നെ തെറ്റാണ്, പിന്നെന്ത് ജാമ്യം? ഞാൻ ജാമ്യത്തിന് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എൻ്റെ അറസ്റ്റ് അംഗീകരിച്ചു. ഇതാണ് ജാമ്യാപേക്ഷയുടെ. അല്ല, അപ്പോൾ അത് വീണ്ടും പ്രതിസന്ധിയല്ലേ? അപ്പോൾ കോടതി പറഞ്ഞ പ്രകാരം ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ വീണ്ടും അറസ്റ്റ് അംഗീകരിച്ചു എന്ന് വരും. അതുകൊണ്ട് അഭിഷേക് മനു സിംഗ്വി അത് കൊടുക്കില്ല ബെയിൽ ആപ്ലിക്കേഷൻ. കാരണം ഇവരുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിന് മുമ്പേ പുറത്തിറങ്ങുക എന്നുള്ളതല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പേ പുറത്തിറങ്ങുക എന്നുള്ളതാണെങ്കിൽ ജാമ്യാപേക്ഷയാണ് മൂവ് ചെയ്യേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ED മിസ്യൂസ് ചെയ്യുന്നു, പൊളിറ്റിക്കൽ ആവശ്യത്തിന് ചെയ്യുന്നു. അതിപ്പോൾ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പ് മെയ് 23-നുള്ള ഡൽഹി തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. അല്ല, ഒരു പ്രാക്ടിക്കലി ഒരു മെയ് 23-നാണ് ഡൽഹി ഇലക്ഷൻ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ബെയിൽ കിട്ടി പുറത്തിറങ്ങിയാൽ ഒരു വലിയ താരപരിവേഷം, നായക പരിവേഷം ഉണ്ടാവത്തില്ലേ? അത് ഈ കേജ്രിവാളിൻ്റെ സ്ട്രാറ്റജി പോലെ ഇരിക്കും. നമുക്കിപ്പോൾ തോന്നുന്നു നായക പരിവേഷം കിട്ടുമെന്ന്. അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ കേസ് തോറ്റു പോകും. നായക പരിവേഷം കിട്ടിയാൽ പോലും ഡൽഹിയിൽ സീറ്റ് കിട്ടാൻ പ്രയാസമാണ്. സീറ്റ് ഡൽഹിയുടെ സ്വഭാവം കണ്ടിട്ടില്ലേ? ഡൽഹി അസംബ്ലി കേജ്രിവാളിൻ്റെ കൂടെയാണ്, ആപ്പിൻ്റെ കൂടെയാണ്. ബട്ട് ഡൽഹി ലോക്സഭ വന്നു കഴിയുമ്പോൾ അവർ മോദിയുടെ കൂടെയാണ്. അവിടെ ത്രികോണ മത്സരമായിരുന്നു. എന്ത് മത്സരമാണെങ്കിലും അപ്പർ ഹാൻഡ് BJPക്കാണ് ലോക്സഭ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. നിയമസഭയിൽ തൂത്ത് വാരിക്കൊണ്ട് ആം ആദ്മി പാർട്ടി ജയിക്കും. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും BJP ജയിക്കും. അല്ല, ആപ്പും കോൺഗ്രസും കൂടെ ചേരുകയും കെജ്രിവാളിനോടൊരു സഹതാപ തരംഗം ഉണ്ടാവും. കോൺഗ്രസ് ചേർന്നാൽ എന്താ, ചേർന്നില്ലെങ്കിൽ കോൺഗ്രസ് ബാക്കിയുണ്ടോ അവിടെ? ലവ്ലി വരെ രാജിവെച്ച് പോയി. അപ്പോൾ കോൺഗ്രസ് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമൊന്നുമില്ല. ആപ്പിൻ്റെ സ്ട്രെങ്താണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഒരു സീറ്റ് അവർക്ക് കിട്ടിയിരുന്നു. പലപ്പോഴും 7 സീറ്റും സ്വീപ്പ് ചെയ്ത് മോദി കൊണ്ടുപോയിരുന്നു. ഇത്തവണയും 7 സീറ്റും മോദി കൊണ്ടുപോകും. ചിലപ്പോൾ ഒരു സീറ്റ് കേജ്രിവാളിന് കിട്ടും. ഈ ഒരു സീറ്റിന് വേണ്ടിയിട്ട് മൊത്തം ED കേസ് തോറ്റു കൊടുക്കണോ എന്നുള്ളതാണ് കേജ്രിവാളിൻ്റെ മുമ്പിലുള്ള ചോദ്യം. ബെയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലെയിം പോയി, പിന്നെ അറസ്റ്റ് തെറ്റായിരുന്നു എന്നൊക്കെയുള്ള ക്ലെയിം പോയി, നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലെത്തി. ഇതങ്ങനെയല്ല, ഫസ്റ്റ് സ്റ്റെപ്പിൽ വെച്ച് തന്നെ EDയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള തന്ത്രമാണ് കേജ്രിവാൾ എടുത്തിരിക്കുന്നത്. അത് ആലോചിച്ചെടുത്തതുമാണ്. അതുകൊണ്ടാണ് കേജ്രിവാളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സുപ്രീം കോടതിയിൽ കൊടുത്ത് ഉച്ചയ്ക്ക് മുമ്പേ അത് വിഡ്രോ ചെയ്യുകയൊക്കെ ചെയ്തു സിംഗ്വി. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, സിംഗ്വി ഹാസ് ടേക്കൺ എ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് റിസ്കി റൂട്ട്. But he is such an intellectual giant that if he wins the case, that will be a landmark case as well as PNL is concerned. സിംഗ്വി ഒരു നിസ്സാര വക്കീലൊന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു വിവാദം ഈ അടുത്തിടയ്ക്ക് ഞാൻ കേട്ടിരുന്നു. അതായത് മുമ്പ് കേട്ടതാണ്. അതായത് ഈ ആഭ്യന്തര വകുപ്പ് പോലീസൊന്നും ദില്ലി പോലീസിനില്ലല്ലോ, ദില്ലി സർക്കാരിനില്ല. അതുകൊണ്ട് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ സർക്കാരിൽ മന്ത്രിസഭയുടെ അനുമതിയൊന്നും കൂടാതെ ഒരു രഹസ്യാന്വേഷണ വിഭാഗമുണ്ടാക്കി റിട്ടയേർഡ് ചില ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് പ്രൈം മിനിസ്റ്റർ, ഹൈക്കോടതി ജഡ്ജിമാർ, ഇങ്ങനെ ഈവൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരെ വരെ സ്പൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി എന്നൊരു വാർത്ത മുമ്പ് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ മിലിറ്ററി ഗ്രേഡ് ഒരു സ്നൂപ്പിംഗ് ഡിവൈസ്, ഒരു രഹസ്യാന്വേഷണ ഉപകരണം മിലിറ്ററി ഗ്രേഡിലുള്ള വേണമെന്ന് പറഞ്ഞ് ഇസ്രായേലിന് കത്തയച്ചു. ഇസ്രായേൽ അത് റിജക്റ്റ് ചെയ്തു. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കാൻ പറ്റില്ല, രാജ്യത്തിനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ റിപ്ലൈ കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, അമിത്ഷായുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അപേക്ഷ കൊടുത്തു. തൻ്റെ സർക്കാരിന് ഇതുപോലത്തെ ഒരു ചാര ഉപകരണം ഇസ്രായേലിൽ നിന്ന് വാങ്ങാൻ അനുമതി വേണം. ഇങ്ങനെയൊക്കെ ഒരു കഥയല്ല, ചില വസ്തുതകളുണ്ട്. അപ്പോൾ രാജ്യത്തിനെതിരെയുള്ള ചാരപ്പണി നടത്താൻ ദില്ലി സർക്കാർ, അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചോ അമേരിക്കയ്ക്ക് വേണ്ടി എന്നൊക്കെയുള്ള ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഈ കഥ ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. ഡൽഹിയിലെ ഈ പവർ കോറിഡോറിൽ ഒരുപാട് കഥകൾ ഇങ്ങനെ പരക്കും. അവരുടെ കയ്യിൽ ചില കടലാസുകൾ, ചിറ്റുകളൊക്കെ ഉണ്ടാകും തെളിവായിട്ടൊക്കെ, അങ്ങനെ ഉണ്ടാകും. പക്ഷേ കേജ്രിവാളിനെ അർജൻറ്റായിട്ട് അറസ്റ്റ് ചെയ്തത് ഈ നമ്മളുടെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കും എന്നുള്ള സംശയത്തിലാണ്. ഫീഡ്ബാക്ക് യൂണിറ്റ് എന്തായിരുന്നു കെജ്രിവാൾ ഉണ്ടാക്കിയ ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്? ഈ ഇത് കൂടാതെ പ്രൈവറ്റ് ആൾക്കാർ ഒരുപാടുണ്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നു.
മൊബൈൽ ഫോൺ ടാപ്പ് ചെയ്യുക അത് ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്ന പെഗാസസിൽ നിന്നാണ് ഈ എക്യുപ്മെൻറ്റിന് വേണ്ടിയിട്ട് കെജ്രിവാൾ അപേക്ഷ കൊടുത്തത്. പെഗാസസിനൊന്നും പോകാതെ തന്നെ നമ്മളുടെ ഇന്ത്യൻ എഞ്ചിനീയേഴ്സിൽ എത്രയോ പേര് സമർത്ഥന്മാരായിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ കേജ്രിവാളിൻ്റെ ഈ കേസിൽ തന്നെ ഒരു പരാമർശം വന്നു, അത് പിന്നീട് പൊലിപ്പിച്ചില്ല, കോടതിയും പൊലിപ്പിച്ചില്ല, വാദിഭാഗമോ പ്രതിഭാഗമോ ഒന്നും പൊലിപ്പിച്ചില്ല. 90 ഐഫോൺ ഒളിപ്പിച്ചിട്ടുണ്ട് കേജ്രിവാൾ. ഇതിടയ്ക്ക് സോളിസിറ്റർ ജനറൽ പറഞ്ഞു 90 ഐഫോൺ ലോക്ക് ചെയ്ത് ആൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഒരു ഐഫോണേ EDക്ക് കിട്ടിയിട്ടുള്ളൂ. ആ ഐഫോൺ തന്നെ തുറന്നു നോക്കാൻ പറ്റിയിട്ടില്ല. കാരണം കേജ്രിവാൾ അതിൻ്റെ പാസ്വേഡ് കൊടുക്കുന്നില്ല. ഇവർ ഐഫോണിന് എഴുതി ഇത് അങ്ങനൊരു ഫോണുണ്ട്, അതൊന്ന് തുറന്നു തരണം. ഐഫോൺ പറഞ്ഞു അത് പ്രൈവസിയുടെ ലംഘനമാണ്, ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോൺ EDയുടെ കയ്യിലിരിപ്പുണ്ട് തുറക്കാൻ പറ്റാതെ. ED എന്ത് ചെയ്തു, ഇന്ത്യൻ എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ ഫോൺ തുറക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അവരെ കൊണ്ട് ഇത് തുറപ്പിക്കാൻ നോക്കിയപ്പോൾ ഐഫോൺ ഇത് ബ്ലോക്ക് ചെയ്തു, ഇതിലെ ഡാറ്റ മുഴുവൻ. ഐഫോണിന് ഈ 2 എൻട്രി ഉണ്ട്, ഫ്രണ്ട് എൻട്രിയും ബാക്ക് എൻട്രിയും. മറ്റൊരു ഫോണിനും അതില്ല, ആൻഡ്രോയിഡിന് അതില്ല. ഒരു എൻട്രിയേ ഉള്ളൂ, ഫ്രണ്ട് എൻട്രിയേ ഉള്ളൂ. ഐഫോണിന് ബാക്ക് എൻട്രിയും കൂടെ ഉണ്ട്. അതാണ് ഐഫോണിൻ്റെ പ്രത്യേകതയും, അതുകൊണ്ടാണ് ഐഫോണിന് ഇത്ര വലിയ വിലയും. ഈ ബാക്ക് എൻട്രി എന്ന് പറയുന്നത് ഐഫോണിന് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പോർട്ടാണിത്. അതിലൂടെ കയറിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിശ്ചലമാക്കാൻ ഐഫോണിന് സാധിക്കും. ഫലത്തിൽ ഇവരെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാ രഹസ്യങ്ങളും അമേരിക്കയിലെ ഐഫോൺ എന്നുള്ള കമ്പനിക്ക് അറിയാം, ഇന്ത്യ ഗവൺമെൻറ്റിന് അറിയാൻ മാർഗമില്ല. അപ്പോൾ ഇവർ ഫ്രണ്ട് എൻഡിൽ കൂടെ കയറാൻ നോക്കിയപ്പോൾ ബാക്ക് എൻഡിലൂടെ അവർ ഡാറ്റ മുഴുവൻ ഫ്രീസ് ചെയ്തു. അപ്പോൾ ഇന്ത്യൻ എൻജിനീയേഴ്സ് പറഞ്ഞു ഇത് പുറകിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, ഇനി ഇത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ED വിട്ടില്ല. ED എനിക്ക് തോന്നുന്നു ഹൈദരാബാദിലാണെന്ന് തോന്നുന്നു, ഹിന്ദു പത്രത്തിൽ മാത്രമേ ആ വാർത്ത വന്നുള്ളൂ. ED വേറൊരു ഏജൻസിയെ സമീപിച്ചിട്ടുണ്ട്, ഹു ആർ സ്മാർട്ടർ ദാൻ ഐഫോൺ. ഐഫോൺ ബാക്ക് എൻഡിലൂടെ ബ്ലോക്ക് ചെയ്ത് ആ ബ്ലോക്ക് മാറ്റിയിട്ട് ഈ മൊബൈലിലെ ഡാറ്റ എടുക്കാൻ കഴിവുള്ളവരുണ്ട്. അവരെ ED സമീപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹിന്ദുവിൽ വാർത്ത വന്നിരുന്നു. അപ്പോൾ ആ കളി പാരലലിൽ നടക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ADR EVM മാറ്റിയിട്ട് മുഴുവൻ എണ്ണം ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞ് ഹർജി വന്നില്ലേ, ആ ഹർജി ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ആ ഹർജിയിൽ ഇതേ ബെഞ്ച് തന്നെയാണ് സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത. അതിൽ ദീപാങ്കർ ദത്ത സെപ്പറേറ്റ് ഒരു ജഡ്ജ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്, കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റാണ്. സഞ്ജീവ് ഖന്ന എഴുതിയതാണ് മെയിൻ ജഡ്ജ്മെൻറ്റ്, എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഈ EVMന് കുഴപ്പമൊന്നുമില്ല, ആകെ 2 കാര്യങ്ങൾ ചെയ്യണം. മൈക്രോ കൺട്രോളർ വേണമെങ്കിൽ സ്ഥാനാർത്ഥിക്ക് അത് റീഡ് ചെയ്യണമെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ആൾക്കാർ ടെക്നോളജിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അത് റീഡ് ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്താം, പക്ഷേ അതിൻ്റെ ചിലവ് സ്ഥാനാർത്ഥി വഹിക്കണം എന്നും ഒക്കെ പറഞ്ഞ് ജഡ്ജ്മെൻറ്റ് അത് കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ കൺകറിങ് ജഡ്ജ്മെൻറ്റായിട്ട് ദീപാങ്കർ ദത്ത ഒരു ജഡ്ജ്മെൻറ്റ് എഴുതി. ആ ജഡ്ജ്മെൻറ്റിൽ ഈ ഗൂഢാലോചനയെ പറ്റിയുള്ള സംശയങ്ങൾ മുഴുവൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിരന്തരമായിട്ട് ഇന്ത്യൻ ഇലക്ഷൻസിനെ പറ്റി ഒരു സംശയം ജനിപ്പിക്കുക, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനെ പറ്റി ഒരു സംശയം ജനിപ്പിക്കുക. സഞ്ജീവ് ഖന്നയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഇത് പറയുന്നു, ഒരു കാര്യം ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, ഈ കേസിൽ പെറ്റീഷണേഴ്സിന് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തെ ചൊല്ലി യാതൊരു പരാതിയുമില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തെന്നോ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നോ ഒരു പരാതിയും പെറ്റീഷണേഴ്സിന് ഇല്ല. അത് സ്പെസിഫിക്കലി ഞങ്ങൾ ചോദിച്ച് ഇവിടെ റെക്കോർഡ് ചെയ്യുകയാണ്. എന്നാൽ VVPAT സംബന്ധിച്ച ചില സംശയങ്ങൾ പെറ്റീഷണേഴ്സ് ഉന്നയിച്ചതിനാൽ അത് പ്രസക്തമല്ലെങ്കിൽ പോലും ഉന്നയിച്ച സ്ഥിതിക്ക് അത് പരിശോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞാണ് ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നത്. ബട്ട് ദീപാങ്കർ ദത്ത പച്ച പ്ലെയിനായിട്ട് പറഞ്ഞു, ദർ ഈസ് കൺസിസ്റ്റൻ്റ് എഫേർട്ട് ഇൻ അണ്ടർമൈനിങ് ദ ഡെമോക്രസി ഓഫ് ഇന്ത്യ. എന്നിട്ട് അദ്ദേഹം പറയുന്നു 1,00,000 കോടിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചിലവ്. 1,00,000 കോടി. ഇത് ഡയറക്റ്റ് ബാലറ്റ് പേപ്പറിലാക്കി കഴിഞ്ഞാൽ ഈ എമൗണ്ട് എത്രയാകുമെന്ന് ആർക്കും അറിയില്ല. എത്ര കടലാസ് വേണം, എത്ര മനുഷ്യാധ്വാനം വേണം. 97 കോടി വോട്ടർമാർ, സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലുള്ളതാണ്, 97 കോടി വോട്ടർമാരാണ് ഭാരതത്തിൽ. ഈ സാധനത്തെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്
ഫോറിനിൽ നമ്മുടെ കണയന്നൂർ താലൂക്കിൻ്റെ വലിപ്പമില്ലാത്ത ചില്ലറ രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിട്ട് അവിടെ ബാലറ്റ് എണ്ണുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇവിടെ ആ സംഗതിയൊക്കെ കഴിഞ്ഞു. വൈ ഡോണ്ട് യു ബിലീവ് ഇൻ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ്? നിങ്ങൾക്ക് എപ്പോഴും പടിഞ്ഞാറന്മാർ ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. അതിൽ അദ്ദേഹം എക്സാമ്പിളായിട്ട് എടുക്കുന്നത് വെസ്റ്റ് ബംഗാളിനെയാണ്. വെസ്റ്റ് ബംഗാൾ പുള്ളി പറഞ്ഞു വലിപ്പത്തിൽ 3-ാം സ്ഥാനമോ അങ്ങനെ എന്തോ ഉള്ള സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അവിടുത്തെ ജനസംഖ്യ ഈ വെസ്റ്റ് ബംഗാളുമായിട്ട് ഇതിൻ്റെ വലിപ്പവും ജനസംഖ്യയുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു യൂറോപ്യൻ രാജ്യം പറഞ്ഞതാണ്. നോ. അപ്പോൾ യൂറോപ്പ് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതാണ് ഭാരതത്തിലെ വോട്ടർമാർ. ഇത് അട്ടിമറിക്കാൻ നിരന്തരം ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ADRനെ പൊളിച്ച് കീറിയാണ് ജഡ്ജ്മെൻറ്റ്. പക്ഷേ നമ്മുടെ പത്രങ്ങളൊന്നും പതിപോലെ വന്നില്ല. കാരണം ADR അഗെയിൻ ഒരു സോറോസ് ഫണ്ടഡ് കക്ഷിയാണ്. സോറോസ് ഫണ്ടഡ് ഓപ്പറേഷനാണ് ADR നടത്തുന്നത്. അപ്പോൾ ADRൻ്റെ ഇൻറ്റൻഷൻസ് വളരെ ക്ലിയർ ആണ്. ഇത്തരം പക്ഷേ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഈ കെജ്രിവാളിന് നെക്സസ് ഇല്ലേ? ഉണ്ട്. കെജ്രിവാളിന് നെക്സസ് ഉണ്ട്. അതിൻ്റെ ഇടനിലക്കാരനാണ് പ്രശാന്ത് ഭൂഷൺ. പ്രശാന്ത് ഭൂഷൺ ഈ പ്രൊഫഷണലി 1-2 കേസുകൾ അദ്ദേഹം വാശിയോടെ ജയിക്കും. അദ്ദേഹത്തിന് താല്പര്യമുള്ള ചില കേസുകൾ. ബാക്കി ഇതുപോലത്തെ പൊളിറ്റിക്കൽ കേസുകളുണ്ടല്ലോ മുഴുവൻ സെറ്റിൽ ചെയ്ത് പൈസ വാങ്ങുന്ന ആളാണ് പ്രശാന്ത് ഭൂഷൺ. യു പേ ഹിം മോർ ദാൻ വാട്ട് സോറോസ് ഈസ് പേയിങ്, ഹി വിൽ കോംപ്രമൈസ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പേ മോർ ദാൻ വാട്ട് സോറോസ് ഈസ് പേയിങ്. അത്ര വലിയ പേയ്മെൻ്റാണ് സോറോസിൻ്റെ ഈ ADR ഗ്രൂപ്പൊക്കെ പ്രശാന്ത് ഭൂഷൺ കൊടുക്കുന്നത്. TG വിശ്വസിക്കുന്നത് സോറോസ് ഇന്ത്യൻ ഇലക്ഷനിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. സോറോസ് പറഞ്ഞതാണല്ലോ അത്. ഐ ഹാവ് കെപ്റ്റ് അസൈഡ് $1 ബില്യൺ ടു ഡിസ്പ്ലേസ് നരേന്ദ്രമോദി. ഇത് സോറോസ് പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. സോറോസ് ഇത് ഒളിച്ചു വെച്ചിട്ടില്ല. അയാളുടെ ഇൻറ്റൻഷനൊന്നും അയാൾ ഒളിച്ചു വെച്ചിട്ടില്ല. $1 ബില്യൺ മോദി എന്ന ഫാസിസ്റ്റിനെ മാറ്റാനായിട്ട് ഞാൻ തുക മാറ്റി വെച്ചിരിക്കുന്നു. സ്പെൻഡിങ് ലൈക്ക് എനിത്തിങ്. വക്കീലിന് വക്കീൽ ഫീസ് കൊടുക്കുമ്പോൾ വേണ്ടാന്ന് സർക്കാരിന് തടയാൻ പറ്റുമോ? ഞാൻ വക്കീലാണ്, ഞാൻ വാദിക്കുന്നു, എൻ്റെ കക്ഷി എൻ്റെ ഫീസ് പറയുന്നു, സാർ എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിലുണ്ട് ജോർജ് സോറോസ്, ഹി വിൽ പേ ഫോർ യു. വെൽ, എനിക്ക് പൈസ കിട്ടണമെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ കാണിക്കുന്നത് എൻ്റെ വക്കീൽ ഫീസ് വരുന്നു, എൻ്റെ കക്ഷി അറേഞ്ച് ചെയ്തതാണ്, ഈ അറേഞ്ച് ചെയ്ത് ത്രൂ അയാളുടെ ഏതോ ഫ്രണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ മണി വെൽക്കം. ദിസ് ഈസ് ഹൗ ദേ ഓപ്പറേറ്റ്. പച്ചയ്ക്ക്. അതുകൊണ്ട് നമ്മളുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടും എന്ന് ഗവൺമെൻറ് അതിന് ഏകദേശം റീസണബിളി വെൻ ദേ വർ ഷുവർ ദേ അറസ്റ്റഡ് കേജ്രിവാൾ. അല്ലെങ്കിൽ കഴിഞ്ഞ ഒക്ടോബറിൽ 23 ഒക്ടോബറിലാണ് ആദ്യത്തെ സമൻസ് അയക്കുന്നത്. കേജ്രിവാളിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നല്ലോ. ഒരു തടസ്സവുമില്ല. ഈ PMLA 50 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ശരി, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാനുള്ളത് പറയുകയൊക്കെ ചെയ്യാമായിരുന്നു. ഹി ഡിഡ്ന്റ് ഡു ദാറ്റ്. 9ാമത്തെ സമൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഡൽഹി ഹൈക്കോടതി കൈമളത്തി. ഡൽഹി ഹൈക്കോടതി പറഞ്ഞു, നൗ വി കനോട്ട് ഡു എനിത്തിങ്, വി കനോട്ട് ഡു, ദിസ് ഈസ് ഇൻജസ്റ്റിസ് ടു ദ സിസ്റ്റം എന്ന് പറഞ്ഞ് അവർ കൈ കഴുകി. അന്നാണ് ഡൽഹിയിലുള്ള എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞത്, ഇനി ED മാത്രമല്ല, CBI മാത്രമല്ല, NIA പോലും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കാമെന്നാണ്. ചെയ്തേക്കാം. അത്ര വലിയ ഞാൻ ഇനി പ്രതീക്ഷിക്കുന്ന ഒരു അറസ്റ്റ് TM കൃഷ്ണയുടെയാണ്. ഓൾ എലോങ് ഐ ഹാവ് ബീൻ ഹോൾഡിങ് ഇവർ തമ്മിലുള്ള ഈ നെക്സസ്. TM കൃഷ്ണ സൗത്തിൽ കാണിക്കുന്ന കച്ചറയുണ്ടല്ലോ, മദ്രാസ് മ്യൂസിക് അക്കാദമി, അത് വെറുതെ ഒരു സംഗീതത്തെ ചൊല്ലിയുള്ള തർക്കമാണെന്ന് വിചാരിക്കും. അല്ല, അതൊരു സബ്വേഴ്സീവ് രാജ്യദ്രോഹ ആക്ടിവിറ്റിയാണ് നടക്കുന്നത് TM കൃഷ്ണ വഴിക്ക്. TM കൃഷ്ണയ്ക്കും ആക്സസ് അവാർഡ് കൊടുത്ത അന്ന് തുടങ്ങിയതാണ് ഈ കലാപരിപാടി. TM കൃഷ്ണ ഇവിടെ ഈ കലാപം ഉണ്ടാക്കി 2 ദിവസത്തിനുള്ളിലാണ് കേജ്രിവാൾ അറസ്റ്റിലാകുന്നത്. TM കൃഷ്ണയുടെ ഡൽഹിയിലെ ഒരു പ്രോഗ്രാം ക്യാൻസലായിപ്പോയി ഫോർ സം റീസൺ. കേജ്രിവാൾ പ്രോഗ്രാം വെച്ചു അതേ ദിവസം. എന്നിട്ട് TM കൃഷ്ണയോട് വന്ന് പാടാൻ പറഞ്ഞു. എന്തിന്? എന്താ കേജ്രിവാളിന് കർണാടക സംഗീതത്തോട് ഇത്ര വലിയ സ്നേഹം? ഇവർ തമ്മിൽ ഇത്ര വലിയ ബന്ധം? ഒരു പ്രോഗ്രാം ഹോള് ഫിക്സ് ചെയ്ത് ഓഡിയൻസിനെ ഏർപ്പാടാക്കി എല്ലാ പരിപാടിയും ചെയ്ത് കൊടുത്തത് കേജ്രിവാളാണ് TM കൃഷ്ണയ്ക്ക്. ഈസ് ഇറ്റ് നോട്ട് അൺയൂഷ്വൽ?
കേജ്രിവാൾ എപ്പോഴെങ്കിലും കർണാടക സംഗീതത്തെപ്പറ്റി ഒരു വാക്ക് പറയുന്നത് സുനിൽ കേട്ടിട്ടുണ്ട്? കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ ടി എം കൃഷ്ണയുടെ പ്രോഗ്രാം ക്യാൻസലായിപ്പോയി എന്ന് പറയും, ഐ വിൽ ഗിവ്, ഞാൻ നിങ്ങൾക്ക് സ്റ്റേജ് തരാം എന്ന് പറഞ്ഞിട്ട് ചാടി വീണ് ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ദ നെക്സസ് ബിറ്റ്വീൻ ടി എം കൃഷ്ണ ആൻഡ് കേജ്രിവാൾ. ടി എം കൃഷ്ണ അസാമാന്യനായ രാജ്യദ്രോഹിയാണ്, അസാമാന്യനായ രാജ്യദ്രോഹിയാണ്. അയാൾ എപ്പോഴും ഫോറിനിലാണ് ടി എം കൃഷ്ണ. ഹീ ഈസ് നോട്ട് ഹിയർ. ഇവിടെ ആളെ പറ്റിക്കാനായിട്ട് ഒരു ശബ്ദമുണ്ടല്ലോ, കേൾക്കാൻ കൊള്ളാവുന്ന ശബ്ദമുണ്ട്. അതിനുള്ള നാരായണ ഗുരുവിൻ്റെ കൃതി പാടുക, രാമൻ എന്നുള്ളിടത്ത് യേശു എന്നാക്കി മാറ്റി പാടുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആൾക്കാരെ വെല്ലുവിളിക്കുക. ബ്രാഹ്മണരെ ചീത്ത പറയുക നേരം വെളുത്താൽ വൈകുന്നേരം വരെ. ബ്രാഹ്മണരെന്ത് ചെയ്യണമെന്നാണ്? 1% പോലും ഇല്ല ബ്രാഹ്മണർ തമിഴ്നാട്ടിൽ. അല്ല, ബ്രാഹ്മണൻ തന്നെ ബ്രാഹ്മണനെ ചീത്ത പറഞ്ഞാൽ വലിയ മാർക്കറ്റ് കിട്ടും. അത് കിട്ടും. എന്നിട്ട് ഇയാളുടെ കൂടെ എത്ര ബ്രാഹ്മണരുണ്ട്? ഈ ടി എം കൃഷ്ണ അയാളുടെ പക്കവാദ്യത്തിന് എത്ര ബ്രാഹ്മണരെ വിളിക്കുന്നുണ്ട്? വെറുതെ വാചകമാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്വേഴ്സീവ് ആക്ടിവിറ്റിയാണ് ടി എം കൃഷ്ണ ചെയ്യുന്നത്, വിച്ച് ഹാസ് ക്ലിയർ ലിങ്ക്സ് വിത്ത് കേജ്രിവാൾ. Therefore, when T.M. Krishna created trouble in Tamil Nadu, within 48 hours, Kejriwal was arrested. അടുത്ത അറസ്റ്റ് മിക്കവാറും ടി എം കൃഷ്ണയുടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നുമല്ല ഒന്നുമല്ല എന്നല്ല, നമ്മൾ കുറച്ചേ അറിഞ്ഞിട്ടുള്ളൂ. കുറേ അധികം അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞായിരിക്കും ബാക്കി അറിയാൻ പോകുന്നത്. നമുക്കതിന് കാത്തിരിക്കാം. ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്താ ഫ്രീഡം ഓഫ് പ്രസ് ഇൻഡെക്സ്. ആരേത്? ആംനസ്റ്റി ഇറക്കിയ സാധനം. ആംനസ്റ്റിയെ പുറത്താക്കിയവരാണ് നമ്മൾ. അത് കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലാണ് ഇന്നലെ വർത്തമാനം പറയുന്നത്. പ്രസ് ഫ്രീഡത്തിൽ നമ്മൾ താഴെ പോയി 159ാമത്തെ സ്ഥാനം. ആർക്ക് വേണം ആംനസ്റ്റി? ആംനസ്റ്റിയോട് കണക്ക് ചോദിച്ചു, ഇത്രയേ ഉള്ളൂ. FCRA ലൈസൻസ് ഉണ്ട് അവർക്ക്. ചേട്ടന് FCRA ലൈസൻസ് ഉണ്ടല്ലോ? ഉണ്ട്. അതിൻ്റെ കണക്കും ഉണ്ട്. ആംനസ്റ്റി പൂട്ടി ഞങ്ങൾ വീട്ടിൽ പോവാണ്, പൊക്കോളാൻ പറഞ്ഞു. നിന്ന് കഴിഞ്ഞാൽ പിടിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ. അതിൻ്റെ ഒരു സ്ത്രീ ഇപ്പോഴും ജയിലിലോ മറ്റോ ഉണ്ട്. ബാക്കിയുള്ളൊരു സ്ഥലം വിട്ടു. ഇവരൊക്കെ ഇങ്ങനെ ഈ ഭാരതത്തെ തകർക്കുക, മറ്റ് പല രാജ്യങ്ങളെ അവരിങ്ങനെ തകർത്തില്ല. കള്ളത്തരം കാണിച്ചത് നമ്മൾ പുറത്താക്കിയവരുണ്ടാക്കിയ റിപ്പോർട്ടിൻ്റെ പേരിലാണ് ചർച്ച. സത്യസന്ധന്മാർ ചർച്ച ചെയ്യും. ഏതായാലും തിരഞ്ഞെടുപ്പ് കഴിയട്ടെ, ബാക്കി ഒരുപാട് വിവരങ്ങൾ നമുക്ക് പുറത്തു വരും. നമുക്കപ്പോൾ വീണ്ടും ചർച്ച ചെയ്യാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.